ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച സാമ്പാറാണ്. അതുണ്ടാക്കണേക്ക് മുമ്പ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ച് പച്ചക്കറികളും പിന്നെ കുറച്ച് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസുകളും പിന്നെ നമുക്ക് വറുത്തരക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിൽ വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ണങ്ങൾ പച്ചക്കറികളിൽ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ മുരിങ്ങാക്കോല്, പിന്നെ ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കഷ്ണം കായം ചേർത്തിട്ടുണ്ട്. അത് കായത്തിൻ്റെ പൊടിയാണെങ്കിൽ നമുക്ക് പൊടി മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ചേർത്താൽ മതിയാവും. കായൻ്റെ കട്ട് ചെയ്തതിൻ്റെ പേരിൽ അത് അരിഞ്ഞു വരാൻ ടൈം എടുക്കും. അതിൻ്റെ പേരിലാണ് ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർത്തേക്കുന്നത്. ഇനി കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഉപ്പിടണം. അതായത് ഒരു ടീസ്പൂണും നമ്മൾ പച്ചക്കറി എടുക്കുന്നതനുസരിച്ചിട്ട് ഉപ്പിടാം. ഇത് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം മൂടി വേവിക്കാനായിട്ട് വെക്കണം. ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടതാണ് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തുടങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാനാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മുറിയുടെ പകുതി, അതായത് ഒരു മുറിയുടെ പകുതി ഭാഗം. അതിലേക്ക് ഒരു ചെറിയ കുഞ്ഞ് ടീസ്പൂൺ ഉലുവയും പിന്നെ കുരുമുളകും കുറച്ച് ജീരകം, അതായത് ഒരു പിഞ്ച് മതിയാവും. അതിന് ശേഷം ഒരു 5-10 കഷ്ണം വെളുത്തുള്ളിയും പിന്നെ 2-3 ചുവന്നുള്ളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ കളറിൽ മൂപ്പിക്കണം. എന്നാലും നമുക്ക് സാമ്പാറിന് നല്ല കളറ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ സാമ്പാർ ഇങ്ങനെ വെളുത്തിരിക്കും. ഇത് നല്ല ഡാർക്ക് കളറിൽ സാമ്പാർ ഇടാനായിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് മുരിഞ്ഞതിന് ശേഷം കുറച്ച് ഇതിനകത്തേക്കുള്ള പൊടികൾ, മൊത്തത്തിലുള്ള പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതായത് മല്ലിപ്പൊടി ഒരു 4 ചെറിയ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ഒന്ന് ചൂടാക്കണം ആദ്യം തന്നെ. എന്നുവെച്ചാൽ എന്നാലും അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടുള്ളൂ. മല്ലിപ്പൊടിക്കാണ് ഇത്തിരി മൂപ്പ് കൂടുതലുള്ളത്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കഷ്ണത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടി ഇട്ട് നമുക്കൊരു ചെറിയ സ്പൂൺ ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ലേശം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴൊരു നല്ലൊരു ഫ്ലേവറും ഇതൊക്കെ കിട്ടുള്ളൂ നമുക്ക്. ഇതെല്ലാം ആയിട്ട് ശരിക്കും മൂപ്പിച്ചതിന് ശേഷം, അതായത് സിമ്മിലിട്ടിട്ട് വേണം മൂപ്പിക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് പൊടികൾ അതിൻ്റെ പേരിലേ. ഇതെന്നിട്ട് നമ്മൾ മൂപ്പിച്ചതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ആദ്യം നിന്ന് ക്രഷ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് ശരിക്കും പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്നിളക്കിയതിന് ശേഷം നമുക്കിതിനകത്ത് ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കഷ്ണങ്ങൾ മാത്രമാണ് നേരത്തെ വേവിച്ചേക്കണത്. അപ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ അന്നേരം തേങ്ങ വറുത്തപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായില്ല. കാരണം നമ്മൾ ഈ വാട്ടാനായിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും കൂടി വെളിച്ചെണ്ണ എടുത്ത് കൂടുതൽ ആക്കണ്ടല്ലാന്ന് ചോദിച്ചാൽ അത് സിമ്മിലിട്ടിട്ടാണ് ഞാൻ തേങ്ങ വറുത്തെടുത്തത്. ഇതിനകത്തേക്ക് നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചിട്ട് വെണ്ടയ്ക്ക വാട്ടി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കൊഴുപ്പുണ്ടാവും. അത് കറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കറി ഭയങ്കരമായിട്ട് കൊഴുത്തിരിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ട് വാട്ടി ചേർക്കുന്നത്. തക്കാളിയും കൂടി അതിൻ്റെ ഒപ്പം ഇട്ട് കഴിയുമ്പോൾ കറിക്കൊരു പ്രത്യേക നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനാണ് ഇങ്ങനെ വാട്ടി ചേർക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ അടുപ്പത്ത് കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചേക്കണത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചേക്കണം അരപ്പുണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നാൽ നമ്മുടെ കഷ്ണങ്ങളിൽ നന്നായി അരപ്പ് പിടിച്ചിട്ട് ഇരിക്കുകയുള്ളൂ. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അതൊഴിക്കുക. അതൊഴിച്ചതിന് ശേഷം ഒരു കപ്പ് പരിപ്പ് നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ചുടച്ച് വയ്ക്കണം. അത് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറിയിലേക്ക് നല്ലൊരു കട്ടിയും ഒക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വെള്ളം കൂട്ടായി പോകും. അപ്പോൾ നമ്മൾ ഈ പരിപ്പ് ചേർക്കുമ്പോൾ സാമ്പാർ നല്ല കട്ടിയായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ വറവിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ
കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതും വെണ്ടയ്ക്കയും കൂടിയുള്ള മിക്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറിയുടെ എണ്ണയൊക്കെ തിരിഞ്ഞ് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്കൊരു 2-3 ദിവസം വരെയൊക്കെ കേടാവാണ്ടിരിക്കും. ചൂടാക്കി എടുത്താൽ മതി നമുക്ക്. അപ്പോൾ നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിയുടെയും പിന്നെ ഇഡ്ഡലി ദോശ വടയൊക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടാണ്. ഇതൊക്കെ ചേർത്ത് കറി നന്നായിട്ട് തിളപ്പിച്ച് വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വറുത്തരച്ച സാമ്പാർ. ഇത് ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എല്ലാ സംശയങ്ങളും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.